ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ബ്രെഡ് പക്കോടയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യമേ തന്നെ ഒരു 7 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവാള ചെറുതായി കട്ട് ചെയ്തത്, 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത മിക്സിലോട്ട് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത് വച്ചിരിക്കുന്ന സവാള കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളക്, അതായത് 2 പച്ചമുളകാണ്, ആ പച്ചമുളകും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ആവശ്യമായ പൊടികൾ: 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് ഇത് നല്ലവണ്ണം ഒന്ന് ആവശ്യമായ അളവിൽ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡ് പക്കോടയാണ്, പക്ഷെ പക്കോടയ്ക്ക് വലിയ ഷേപ്പൊന്നുമില്ല. എന്നാലും ഇത് നമുക്കൊന്ന് ബോൾ ഷേപ്പാക്കി എടുക്കാം. ഇത് ഞാനിപ്പോൾ ബോൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് പക്കോടയുടെ ഫൈനൽ പ്രോസസ്സ്, അതായത് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ മൈദ മാവ് ആവശ്യമായ അളവിൽ വെള്ളമൊഴിച്ച് ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് പക്കോട തയ്യാറാക്കി എടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന മൈദ മിക്സിലോട്ട് നമ്മുടെ ബോൾസ് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ എണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന എല്ലാ ബോൾസും നമ്മുടെ മൈദ മാവിലോട്ട് ഡിപ്പ് ചെയ്യുക. ഇതുപോലെ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ചെയ്യുക. നമ്മുടെ ബ്രെഡ് പക്കോട ഇപ്പോൾ നല്ലോണം വെന്ത് വരുന്നുണ്ട്. പക്ഷെ നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. ഇനി നമുക്കിതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് നല്ലോണം പാകമായി വന്നിട്ടുണ്ട്. അടുത്ത സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് നല്ലോണം ഇത് കുക്കാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് കോരിയെടുത്ത് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ നമ്മുടെ ബ്രെഡ് പക്കോട തയ്യാറായിട്ടുണ്ട്. എല്ലാവരും